കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ. അങ്ങനെയായിരുന്നു എന്നും പറയുന്നത്. നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. ഞാനുണ്ടല്ലോ, ഞങ്ങൾക്കൊരു അസോസിയേഷൻ ഉണ്ട്. അതിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ബിസിനസ്സുകാരുടെ ഒരു അസോസിയേഷനാണ്. അതിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ എല്ലായിടത്തും അവിടെ പോയി പ്രസംഗിക്കാൻ പോകുമ്പോഴേ നമസ്കാരം എന്ന് പറഞ്ഞ അപ്പോഴേ എൻ്റെ വായിക്കാത്ത വരുന്ന എന്നറിയോ, കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ എവിടെ പോയി നമസ്കാരം പറഞ്ഞ അപ്പോഴേ എൻ്റെ പൊന്നെ. ഞാനിട്ട് ഇപ്പോൾ നമസ്കാരം അല്ലാതെ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ഇങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുക. അതൊക്കെ പോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാരിയുടെ കാര്യം പറഞ്ഞിട്ടായിരുന്നു, ഫ്ലോയി ആയിട്ടുള്ള. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫ്ലോയി ആയിട്ടുള്ള ഒരു സാരി. ചുമ്മാ നോർമൽ സാരിയാണ്, ഒഴുക്കൻ സാരിയാണ്. ഷിഫോൺ ഒരു ക്രേപ്പിൻ്റെ ഒരു കുഞ്ഞു മിക്സും കൂടെ ചേർന്ന്. ഇപ്പം ഈ ഫ്ലോറൽ പ്രിന്റ് ഒഴുക്കൻ സാരിക്ക് ഭയങ്കര ട്രെൻഡായിട്ട് വരുന്ന ഒരു കാലമാണ്. ഇപ്പം ഭയങ്കര ട്രെൻഡാണ്. നമ്മുടെ മഞ്ജു വാര്യരൊക്കെ കൊടുത്ത പിന്നെ പറയാൻ വേണ്ട, നല്ല ട്രെൻഡാണ്, നല്ല ഭംഗിയാണ്. എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി കിട്ടും നമുക്ക്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊന്നുമല്ല. ഇങ്ങനത്തെ സാരീസ് ഇഷ്ടം പോലെ കാലങ്ങളായിട്ട് ഇറങ്ങുന്ന സാരിയാണ്. പക്ഷെ ഓരോ കാലഘട്ടത്തിൽ ഓരോ ട്രെൻഡ് വരും. അതാണ് അങ്ങനത്തെ സാരി കേട്ടോ. ഇത് റേറ്റ് 600 അങ്ങനെ എന്തോ റേറ്റേ ഉള്ളൂ. അതുപോലെ ഫ്ലോയിയാണ്. ഇതാണ് സാരി. ഒന്നുമില്ല, ഫുള്ള് ഇങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങളിത് സാരി കൊടുത്തു കഴിഞ്ഞാൽ അനാർക്കലിയുടെ ചുരിദാറൊക്കെ തയ്ക്കുവാണെങ്കിൽ, ഫുൾ സ്ലീവ് ഒക്കെ വെച്ച് അനാർക്കലി ചുരിദാറൊക്കെ തയ്ക്കുവാണെന്നല്ല. ഇതിന് വിത്ത് ബ്ലൗസ് ഒന്നുമില്ല, സാരി മാത്രം. ഇങ്ങനെ ഈ കളറോ ഒക്കെ ബ്ലൗസ് ഇടാം. ഈ കളർ ഇടാതെ ഈ കളർ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നു. എൻ്റെ തോട്ടം കേട്ടോ. അതിൻ്റെ അടുത്ത കളറ് ഇത്. മുമ്പേ കണ്ടത് പിങ്ക്, ഇപ്പോൾ വന്നിട്ട് ഒരു ബ്ലൂ. ടീൽ ബ്ലൂ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ടീൽ ബ്ലൂ വിത്ത് പീച്ച്. ടീൽ ബ്ലൂ അല്ല കേട്ടോ. ടീൽ ബ്ലൂ അല്ല. അതിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് കളർ, നല്ല പേസ്റ്റൽ കളറാണ്, വിത്ത് പീച്ച് ഫ്ലോറൽ ഡിസൈൻ. നല്ല രസമല്ലേ? ഇതുണ്ടോ? ഇതാണ് മഞ്ജു വാര്യർ എടുത്തുന്ന സാരിയുടെ കളറിന് എൻ്റെ ഓർമ്മ. മഞ്ജു വാര്യർ എന്ന് പറയാൻ പോലും എനിക്ക് ഇഷ്ടമില്ല. അത്രയ്ക്ക് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു, ഭയങ്കര ആരാധിക്കുന്ന ഒരു ലേഡി. എനിക്ക് ഭയങ്കര ഇഷ്ടം. അവരുടെ അഭിനയം അതൊന്നും, എനിക്ക് അവരുടെ പേഴ്സണലി ഉള്ള സ്വഭാവം ഇഷ്ടമാണെന്നറിയാം. ചിരി കണ്ടാൽ മതിയല്ലോ. ഇത് ആ കളറായിരുന്നു സാരി, പച്ച. ഇതിനെല്ലാത്തിനും ഒത്തിരി സ്റ്റോക്ക് ഇല്ല കേട്ടോ. ഇത് ഒരു ബണ്ടിൽ പല കളറായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഓരോ പീസിനും യൂണിഫോം പോലെ സ്റ്റോക്കില്ല. അതുകൊണ്ട് വേണ്ട കളർ, ഇഷ്ടപ്പെട്ട ഒരു കളർ കിട്ടിയില്ല അടുത്ത സെക്കൻഡ് ചാൻസിൽ ഇഷ്ടപ്പെട്ട കളർ എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പം ഒരു സൈസ് ഗ്രീന് വിത്ത് പിങ്ക്. നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. പിന്നെ ട്രാൻസ്പെറൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, ഇതാണ് ട്രാൻസ്പെറൻസി. ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടേ കുറച്ച് കഴിഞ്ഞിട്ട് അനാർക്കലി ചുരിദാർ തയ്ക്കാം. പീച്ച് വിത്ത് വയലറ്റ്. നല്ലല്ലേ? രസമല്ലേ? ഇഷ്ടമുണ്ടോ ഈ ഫ്ലോറൽ പ്രിന്റ്? എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര രസമായിട്ടൊക്കെ തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫ്ലോറൽ പ്രിന്റിനോട് എന്നാണോ ഭയങ്കര, അതായത് കോൺട്രാസ്റ്റ് കളറിൽ വരണം, ഭയങ്കര ഇഷ്ടം. ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണോ എനിക്കത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ചെറുപയർ പച്ചടിയൊക്കെ ഒരു സാമ്യതയുള്ള കളറിൽ കൂടെ വയലറ്റ് ഫ്ലോറൽ. എനിക്ക് ചുമ്മാ പർച്ചേസിന് പോയപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നി, ഞാനിങ്ങ് എടുത്താൽ. പിന്നെ ഇപ്പം ഇങ്ങനത്തെ ഫ്ലോറൽ പ്രിന്റ് ഭയങ്കര ഒഴുക്കൻ സാരിയ ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ഭയങ്കര ട്രെൻഡായി വരുവാണല്ലോ എല്ലാവർക്കും. ഇപ്പോൾ അത് ഭയങ്കര ആവശ്യക്കാരാണ്. ലാവൻഡർ അല്ലെ ലൈലാക്കയിൽ ഒരു പിങ്ക്. രസമല്ല കോമ്പിനേഷൻ? നിങ്ങൾ നോക്കുക, അതാണ് എൻ്റെ രസമേ. ഇത് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇതാരും കണ്ടിട്ടില്ലാത്താണോ, ഇത് നമ്മൾ കാണാത്ത സാധനമാണോ, ഒന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഇതിന് രണ്ടും കൂടെ തമ്മിൽ എന്തോ ഒരു മാച്ചിങ് ഉണ്ട്. ഇതിനിടുമ്പോൾ നമ്മൾ ഇത് ചുമ്മാ ഒരു സിമ്പിൾ സാരി ആക്കി വേണമെങ്കിൽ നമുക്ക് കളയാം. ചുമ്മാ വാരി ചുറ്റി ഒരു സാരി ആക്കി വേണമെങ്കിൽ നമുക്ക് കളയാം, ഉപയോഗിക്കാം. അങ്ങനല്ല, അതിന് ചേരുന്ന ഒരു നല്ലൊരു ഇപ്പോൾ ഒരു പേളുമാലയോ ഒരു സ്റ്റഡ്, ഇപ്പം ചുമ്മാ മുത്തിൻ്റെ സ്റ്റഡൊക്കെ ഇല്ല, അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ഗെറ്റപ്പ്. നല്ല തുമ്പൊക്കെ നല്ല നീട്ടിയിട്ട് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.